എപ്പിലെപ്സി അഥവാ അപസ്മാരം ലോകത്താകമാനം 50 ദശലക്ഷം രോഗികളിൽ കണ്ടുവരുന്ന ഒരു നാഡീ സംബന്ധമായ അസുഖമാണ്. അപസ്മാരം എന്നുള്ളത് തലച്ചോറിലെ വൈദ്യുതി പ്രവാഹത്തിലുള്ള അനിയന്ത്രിതമായ ഒരു മാറ്റം കൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. ഞാൻ ഡോക്ടർ ജോസി ജെ വള്ളിപ്പാലം, കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്, മാർസിലിവ മെഡിസിറ്റി, പാലായി. എന്താണ് പ്രധാന ലക്ഷണങ്ങൾ? എല്ലാവർക്കും അറിയാവുന്ന പോലെ രണ്ട് കൈയും ഞെക്കി അല്ലെങ്കിൽ വയലൻ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു അസുഖം എന്നതിലുപരി ഇതിന് പല ലക്ഷണങ്ങളുണ്ട്. ചില ആൾക്കാർ തുറിച്ച് നോക്കി നിൽക്കും, ചില ആൾക്കാർ ചുമ്മാ ചിരിക്കും. ഇതാണ് ജലാസ്റ്റിക് എപ്പിലെപ്സി. ചില ആളുകളിൽ കുളിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന എപ്പിലെപ്സി ഉണ്ട്. ചില ആൾക്കാരിൽ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന റിഫ്ലക്സ് എപ്പിലെപ്സി ഉണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ ചുണ്ട് ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുന്ന എപ്പിലെപ്സി ഉണ്ട്. അതുപോലെ ചില ആൾക്കാർ കണ്ണ് കൃഷ്ണമണി ഇങ്ങനെ മാറി മാറി ചലിക്കുന്ന രീതിയിലുള്ള എപ്പിലെപ്സി ഉണ്ട്. ലക്ഷണങ്ങൾ പലർക്കും പലവിധമാണ്. പലപ്പോഴും പെട്ടെന്ന് ഒരു ദേഷ്യം വരുന്ന, പെട്ടെന്നൊരു മൂഡ് മാറുന്ന അസുഖമായിട്ടും എപ്പിലെപ്സി വരാറുണ്ട്. ഇതുപോലെ വളരെ വൈവിധ്യമായ ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ടാണ് പല വിധത്തിലുള്ള അപസ്മാരങ്ങളും അറിയപ്പെടാതെയും ചികിത്സ കൃത്യസമയത്ത് എടുക്കാതെയും പോകുന്നത്. 80% രോഗികളിൽ ഇത് കൃത്യമായിട്ട് സംശയങ്ങൾ, ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് സംശയിച്ച് ഡോക്ടറെ കണ്ട് കൃത്യമായ ചികിത്സ എടുത്താൽ പരിപൂർണമായിട്ടും ചികിത്സ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നൊരു അസുഖമാണ്. ഒരു 20% കേസുകളിൽ മരുന്ന് കഴിച്ചാലും ചിലപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും തടയാൻ പറ്റാതെ വരാറുണ്ട്. ആ കേസുകളിൽ തലച്ചോറിലെ സർജറി കൊണ്ടും ഇതിന് ഒരു പരിധിവരെ ചികിത്സയിൽ നമുക്ക് രോഗമുക്തി നേടാം. എന്തുകൊണ്ടാണ് അപസ്മാരം വരുന്നത്? പ്രധാനമായിട്ടും ജനിതകമായ കാരണങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ തലച്ചോറിലുള്ള ട്യൂമർ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ ശരീരത്തിലുള്ള ഷുഗറിൻ്റെ കുറവ് കൊണ്ട്, അല്ലെങ്കിൽ സോഡിയം കുറയുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അതായത് മെറ്റാബോളിക് കോസസ് എന്ന് പറയും. അതുമല്ല എങ്കിൽ പണ്ട് റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് വന്നിട്ട് തലച്ചോറിലൊരു പാട പോലെയോ അല്ലെങ്കിൽ ഒരു തഴമ്പ് പോലെയോ ഉണ്ടായിട്ട് അതിൻ്റെ ഭാഗമായിട്ടും എപ്പിലെപ്സി ഉണ്ടാകാം. ചിലരിൽ ഇതിൻ്റെ കാരണങ്ങൾ ഇതുവരെ കണ്ടെത്താത്തതുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമുക്ക് എപ്പിലെപ്സി ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ രോഗനിർണയ മാർഗങ്ങൾ? പ്രധാനമായിട്ടും EEG എന്ന് പറഞ്ഞ ടെസ്റ്റുണ്ട്, വീഡിയോ EEG എന്ന് പറഞ്ഞ ടെസ്റ്റുണ്ട്. അതുപോലെ തന്നെ സീസർ പ്രോട്ടോക്കോൾ വെച്ചിട്ടുള്ള പ്രത്യേക രീതിയിലുള്ള MRI സ്കാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ജനിതകമായ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. ചില ബ്ലഡ് ടെസ്റ്റുകൾക്ക് ചെയ്യാറുണ്ട്. എന്താണ് പ്രധാന ചികിത്സാ മാർഗങ്ങൾ? ഫസ്റ്റ്, ഇത് എപ്പിലെപ്സി ആണോ എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് ആദ്യം അതിന് ജനറലൈസ്ഡ് ആണോ ഫോക്കൽ ആണോ എന്ന് കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ചുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യും. 1-2 ഗുളികകൾ അതിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇതിൻ്റെ ചികിത്സ തുടരാൻ വേണ്ടി. ചില കേസുകളിൽ ഞാൻ മുൻപേ പറഞ്ഞതുപോലെ തലച്ചോറിലെ പ്രത്യേക ഒരു ട്യൂമറോ അല്ലെങ്കിൽ ജനിച്ച സമയത്തുണ്ടാകുന്ന ചില അപജയങ്ങളോ കാരണങ്ങളോ ഉണ്ടാകുന്ന അസുഖങ്ങൾ സർജറി കൊണ്ടും നമുക്കത് മാറ്റി എടുക്കാൻ പറ്റും. പെട്ടെന്ന് ഒരു അപസ്മാരം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ താക്കോൽ വെച്ച് കുറയ്ക്കാം എന്നൊന്നും ആദ്യം നിങ്ങൾ ശ്രമിക്കരുത്. അങ്ങനെയൊരു താക്കോൽ വെച്ച് ഈ അസുഖം മാറാറില്ല. രോഗീനെ ഇടതുവശത്തേക്കോ വലതുവശത്തേക്കോ ചെരിച്ച് കിടത്തുക. വയലൻ്റായിട്ടുള്ള മൂവ്മെൻറ്റിനെ തടയാൻ നോക്കരുത്. അപകടം വരാതെ നോക്കുക. വായ്ക്കുള്ളിൽ തുണി തിരുകുകയോ കൈ വയ്ക്കുകയോ ഒന്നും ചെയ്യരുത്. ചെരിച്ച് കിടത്തുമ്പോൾ ഉമിനീര് അമിതമായിട്ടുണ്ടായി ശ്വാസകോശത്തിലേക്ക് പോകുന്നത് നമുക്ക് തടയാൻ പറ്റും. 2 മിനിറ്റ് കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഈ അപസ്മാരം സബ്സൈഡ് ആകും. ആളെ ചെരിച്ച് തന്നെ കിടത്തുക. കുറച്ച് സമയം കൊടുക്കുക. 10 മിനിറ്റിനുള്ളിൽ തന്നെ അവർക്ക് ബോധം വരും. തുടർച്ചയായിട്ട് അപസ്മാരം വരികയോ 5-10 മിനിറ്റിനുള്ളിൽ ബോധം വരാതിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. രോഗികൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായിട്ടും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻസ് ഒരു ഡോസ് പോലും സ്കിപ്പ് ചെയ്യാതെ കഴിക്കുക. 2, ഒത്തിരി ഉയരങ്ങളിലും ഒത്തിരി അപകടസ്ഥലമായ സ്ഥലങ്ങളിലൊന്നും തനിയെ യാത്ര ചെയ്യാതിരിക്കുക. ഉറക്കളപ്പ് ഒരിക്കലും നമ്മൾ അനുവദിക്കുന്നതല്ല. മദ്യപാനം അല്ലെങ്കിൽ ബാക്കിയുള്ള രാസലഹരി ഉപയോഗങ്ങൾ അപസ്മാരത്തിന് തീർത്തും നല്ലതല്ല. ചിട്ടയായ ചെറിയ വ്യായാമവും സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ലൈഫും കൃത്യമായ മരുന്നുമുണ്ടെങ്കിൽ അപസ്മാര രോഗം
നമുക്ക് നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരസുഖമാണ്. നന്ദി, നമസ്കാരം.